അങ്ങനെ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ തിരിച്ച് തേജസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സർവശക്തനായ ദൈവം ചെയ്തൊരു കാര്യമുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറി തകർത്തു. യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായം 1 മുതൽ താഴോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 10,000-ങ്ങളിൽ സുന്ദരനായ ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് മനുഷ്യവർഗത്തിനു വേണ്ടി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി മാറി. വിരൂപനായി. എന്തിന് യേശു വിരൂപനായി? പാപത്താൽ വിരൂപമാക്കപ്പെട്ട എന്നെയും നിങ്ങളെയും ആത്മഹത്യയ്ക്ക് വേണ്ടി സമർപ്പിച്ചു കൊടുത്ത, അല്ലെങ്കിൽ തകരുവാൻ നിത്യ നരകത്തിൽ തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിൽ പോകേണ്ടതായ നമ്മെ അവൻ്റെ മക്കളാക്കി മാറ്റുവാൻ, തൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ, നഷ്ടപ്പെട്ട നീതിയും വിശുദ്ധിയും അവൻ നിത്യതയെ തേജസ്സും മടക്കി തരുവാൻ സ്വന്തം പുത്രനെ കാൽവറിയിൽ തകർക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി.